ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 1775 സന്ദേശം. ഈശോ പറയുകയാണ്, ഞാൻ നിനക്ക് കരുണ തന്നെയാണ്. അതിനാൽ നിന്റെ ദുരിതവും നിന്റെ ഈ നിസ്സഹായതയും നീ എനിക്ക് സമർപ്പിക്കുക. ഇപ്രകാരം നീ എൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കും. ദൈവകൃപ സ്വീകരിച്ച് ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യൻ ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവോ അതിനേക്കാളേറെ ദൈവത്തെ ആനന്ദിപ്പിക്കുന്നവരായിട്ട് മാറുവാൻ എല്ലാ ബലഹീനതകളിലും അവിടുത്തെ കൃപയിലേക്ക് ശരണപ്പെടുന്ന വ്യക്തിക്ക് ദൈവത്തെ ആനന്ദിപ്പിക്കുവാനായിട്ട് സാധിക്കും. പാപം മൂലം ദൈവമേൽക്കുന്ന മുറിവ്, പാപം മൂലം സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏൽക്കുന്ന മുറിവ്, ഏൽക്കുന്ന ക്ഷതം ശമിപ്പിക്കുവാൻ, ശാന്തമാക്കുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ, ആ ദൈവത്തെ ആനന്ദിപ്പിക്കുവാൻ ഒരു മനുഷ്യൻ്റെ ശരണപ്പെടലിന്, ഒരു മനുഷ്യൻ്റെ സമർപ്പണത്തിന് സാധിക്കും. കാരണം നമ്മൾ ബലഹീനരല്ല, നമ്മൾ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നിരാശയിലകപ്പെടുന്നവരോ പാപത്തിൻ്റെ ബന്ധനങ്ങളിലും കെട്ടുകളിലും എന്നേക്കുമായി അടിമത്തത്തിൽ കഴിയുന്നവരോ നരകത്തിന് അർഹരോ ആയിട്ട് ജീവിക്കേണ്ടവരല്ല. കാരണം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ ആനന്ദിപ്പിക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? എൻ്റെ തന്നെ രക്ഷ അവനെ ആനന്ദിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പാപിയുടെ മാനസാന്തരം സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ വലിയ ആനന്ദമാണെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ നൽകുന്ന വെളിപ്പെടുത്തലിലും അത് തന്നെയാണ് നമ്മൾ കാണുക. ദൈവത്തെ നമുക്ക് ആനന്ദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ബലഹീനതയിലും പോരായ്മയിലും നിസ്സഹായതയിലും ഒക്കെ നമുക്ക് ഈശോയ്ക്ക് അതെല്ലാം വിട്ടുകൊടുത്തു കഴിയുമ്പോൾ അവനെ നമ്മൾ ആനന്ദിപ്പിക്കുകയാണ്. ഇത് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു സാഡിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ചിലർ വിമർശിക്കുന്ന പോലെ എല്ലാം പിടിച്ചടക്കുന്നവനായതുകൊണ്ടോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ എത്തിച്ചേരേണ്ട പൂർണ്ണത ദൈവം തന്നെ ആകയാൽ അവനിലേക്കെല്ലാം വിട്ടുകൊടുക്കാൻ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരും അവകാശം ലഭിച്ചവരും അത്രമാത്രം ശ്രേഷ്ഠതയുള്ളവരുമാണ് നമ്മളെന്ന് ഈ സന്ദേശം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനന്തമായ ഈ കാരുണ്യത്തിൻ്റെ പദ്ധതിയെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, എൻ്റെ എല്ലാ ബലഹീനതകളും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുരിശിലെ നിശബ്ദതയിൽ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് അവിടുത്തെ ആത്മാവിനെ സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഗുരുവും നാഥനുമായ അങ്ങയെ പിന്തുടരുന്ന ഞങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.